ലക്ഷ്മി പത്മ, ഈ വിഷയത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം നൽകാൻ ഇതുവരെയും കോൺഗ്രസ് നേതൃത്വമോ അല്ലെങ്കിൽ ഈ മുൻ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള സമാൻ ചാലുളിയോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ നമ്മൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ ഈ LDF പ്രാദേശിക നേതൃത്വത്തിന്റെ പരാതി അനുസരിച്ചാണെങ്കിൽ 2025 ജനുവരി 1-ാം തീയതി 18 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കുള്ളൂ. അതാണ് നിയമം, ചട്ടം ആ നിലയ്ക്കാണ്. പക്ഷേ ഈ പേര് ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള ഇർഫാൻ ആഷിഖ് എന്ന ഈ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നത് 2025 ഫെബ്രുവരി 2-ാം തീയതിയാണ്. അതായത് 2007 ഫെബ്രുവരി 2-ാം തീയതിയാണ് ഇർഫാൻ ആഷിഖിന്റെ ജനന തീയതി എന്ന് പറയുന്നത്. അപ്പോൾ ചട്ടം ലംഘിച്ചിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു വോട്ട് പട്ടികയിൽ ചേർത്തിട്ടുള്ളത് എന്നതാണ് ആരോപണം. അതും ഇദ്ദേഹത്തിന്റെ ഈ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കം തെളിവുകളായി നിരത്തിക്കൊണ്ടാണ് LDF ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതും നമുക്കറിയാം, ഈ മേഖലയിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഇരട്ട വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വ്യാജമായി സർട്ടിഫിക്കറ്റുകൾ ചമച്ചുകൊണ്ട് വ്യാജ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. ഇക്കാര്യം നമ്മൾ കാരശ്ശേരി പഞ്ചായത്തിലാണ് ഈ കുട്ടിയുടെ വോട്ട് വരുന്നത്. അപ്പോൾ കാരശ്ശേരി പഞ്ചായത്തിലെ നിലവിലെ സെക്രട്ടറിയുമായി ഇക്കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ അവർക്ക് ഇത്തരത്തിലുള്ള പരാതി ലഭിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി ഒരു വ്യക്തതയില്ല എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും അറിയിച്ചിട്ടുള്ളത്. ഏതെങ്കിലും നിലയ്ക്കുള്ള പരാതി ലഭിച്ചാൽ അക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പരിശോധന നടത്താമെന്ന് അവർ പറയുന്നു. പക്ഷേ LDF പ്രാദേശിക നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ട് പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. നിലവിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാരശ്ശേരി പഞ്ചായത്തിൽ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് ഈ കാരശ്ശേരി പഞ്ചായത്ത് ഭരിക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ആളുകളെ വിലക്കെടുത്തുകൊണ്ട് ഇത്തരത്തിൽ വ്യാജ വോട്ടുകൾ ചേർത്തതാണ് എന്ന ആരോപണമാണ് LDF ഉന്നയിക്കുന്നത്. അപ്പോൾ വലിയ രാഷ്ട്രീയ ആരോപണമായി ഉയർന്നു വരികയാണ്. ഇതിലൊരു കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത വരണമെങ്കിൽ അത് ഈ കുട്ടിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കുട്ടിയുടെ വോട്ട് ചേർത്ത പിതാവിന്റെ ഭാഗത്തു നിന്നും ഇതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് അവർ ഒരു പരസ്യ പ്രതികരണം ഇതുവരെയും നടത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നതിലൊരു മറുപടി പറയേണ്ടി വരും. കാരണം പഞ്ചായത്തിൽ നിന്നും കൃത്യമായിട്ടുള്ള ഈ ഒരു ചട്ടം ലംഘിച്ച് അല്ലെങ്കിൽ ചട്ടം മറികടന്ന് എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ പട്ടികയിൽ ഇത്തരത്തിലൊരു 18 വയസ്സ്, അതായത് ചട്ടപ്രകാരം 18 വയസ്സ് പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേര് വന്നത് എന്നതിനെ സംബന്ധിച്ച് പഞ്ചായത്തും കൃത്യമായിട്ടുള്ള രീതിയിൽ ഉത്തരം പറയേണ്ടി വരും. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് LDF പ്രാദേശിക നേതൃത്വം.